Hi friends, Assalamualaikum. Bismi കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് അപ്പം, ചപ്പാത്തി, പുട്ട്, ചോറ്, നെയ്ച്ചോറ്, സാധാരണ ചോറ്, അതുപോലെ തന്നെ പൊറോട്ട എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും അടിപൊളി കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ചിക്കൻ കറി റെഡിയാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കൊണ്ടു, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പം നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ്. കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. ഇതിലേക്ക് 8-9 കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. 10 വരെയൊക്കെ ചേർത്ത് കൊടുക്കാം, അതിലപ്പുറം ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഇത്രയും 1 കിലോ ചിക്കനിലേക്കുള്ള അളവാണ് പറയുന്നത്. ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഈ സവാളയൊന്നും ഒരുപാട് മൂത്ത് ചുവന്ന് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതിയാകും. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ അത് ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പും സവാള വാട്ടിയതും പച്ചമുളകും. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. നല്ല എരിയുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടിയോളം വരുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 10-12 പുതിനയില കൂടി ചേർത്ത് കൊടുക്കാം. ഈ പുതിനയില നമ്മുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ട് ഉണ്ടായിട്ടുള്ള പുതിനയിലയാണ്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതിലേക്ക് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഇലയുടെയൊക്കെ നനവിലും അതുപോലെ തന്നെ ഉള്ളിയുടെ നനവിലും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ടയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും, നല്ല ജീരകം, ക്യുമിൻ സീഡ് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം വലിപ്പമുള്ള സവാള ചോപ്പറിലിട്ടൊന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. നല്ല കുനുകുനാന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതിയാകും. ജസ്റ്റ് ഇതൊന്ന് വാട്ടിയതിന് ശേഷം 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കനിലേക്കാണ് ഈ അളവൊക്കെ പറയുന്നത്, ആ രീതിയിൽ എടുക്കുക. ചിക്കൻ നിങ്ങൾ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടുതൽ എടുക്കാനും ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെയൊക്കെ പച്ചച്ചുവപ്പുകളൊന്ന് വാട്ടിയെടുക്കാം. സവാള ഇതേപോലെ നല്ല രീതിയിലൊന്ന് ചോക്കയൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ തക്കാളി ആണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചധികം ഇപ്പോൾ ചേർക്കുന്നുണ്ട്, പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി. ഇതേപോലെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് സവാളയൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. സവാളയും അതുപോലെ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഈ പൊടികളുടെ പച്ചക്കുത്ത് പോകോളം ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് പൊടികളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിവിടെ കഴുകി വാരി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ അരവ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ചിക്കൻ ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഉള്ളിയൊക്കെ വാട്ടിയെടുത്തതും മീഡിയം ഫ്ലെയിമിലാണ് വാട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും, കണ്ടോ. അപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ ഏകദേശം ഒരു 3/4 ഭാഗത്തിലേറെ കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് കലങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളിവിടെ നേരത്തെ അരച്ചു വെച്ചിരുന്ന മല്ലിയില, പുതിനയില, എന്താ പറയുക, സവാള ഒക്കെ നമ്മൾ വാട്ടി വെച്ചിരുന്നില്ലേ, അതെല്ലാം അരച്ചത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഈ ചിക്കൻ കറിയിലേക്ക്. ഇത് ചേർത്തതിന് ശേഷം നമുക്കിത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നമുക്കിതിലേക്ക് വെള്ളം ആവശ്യമുള്ളൂ. ആ വെള്ളം ഒന്ന് മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ഒരു ഗസ്റ്റുകൾ വന്നാൽ പോലും നമുക്കിത് തയ്യാറാക്കി കൊടുത്താൽ അവർ ഇതെങ്ങനെ തയ്യാറാക്കിയെന്ന് ചോദിക്കും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്.
ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റോളം ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്നും കൂടി ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് 250 ml കപ്പിൽ 1/4 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ ചിക്കനിലേക്ക് 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ആവശ്യമായി വരുള്ളൂ. അപ്പോൾ എനിക്ക് 1/4 കപ്പാണ് ആവശ്യമായി വന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി ഒന്ന് ലൂസാക്കണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം. എന്നിട്ട് ഇത് നമ്മൾ ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വയ്ക്കുക. ഒരു 3-4 മിനിറ്റോളം അടച്ചു വയ്ക്കുക. അപ്പോൾ ചിക്കൻ ഇതേപോലെ അടിപൊളിയായി വന്നിട്ടുണ്ടാവും. നല്ല അടിപൊളി മണമാണ് വരുന്നത്. ചിക്കനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് സെർവ് ചെയ്താൽ മതി. ഫ്ലെയിം ഓഫാക്കി ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് നമ്മളൊരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.